നമസ്കാരം. 1950 ഭാരതവും പാകിസ്ഥാനും ഒപ്പുവെച്ച ഒരു കരാറാണ് നെഹ്റു ലിയാഖത്ത് കരാർ. പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലി ഖാനുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. വിഭജനത്തിന് ശേഷം ഈസ്റ്റ് ബംഗാളിൽ, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിലുണ്ടായ ഹിന്ദു വംശഹത്യയാണ് ഈ കരാറിലേക്ക് നയിച്ചത്. വിഭജനത്തോടെ ഈസ്റ്റ് ബംഗാൾ പാകിസ്ഥാൻ്റെ ഭാഗമായി. വെസ്റ്റ് ബംഗാൾ ഭാരതത്തിൽ തുടർന്നു. ഈസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായിരുന്നു. അവരവിടെ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടു. ഈ കൂട്ടക്കുരുതിയൊക്കെ അവിടെ നടന്നത് അവിടുത്തെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ഒത്താശയോടും സപ്പോർട്ടോടും കൂടിയായിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഹിംസാ മാർഗത്തിലൂടെ പാകിസ്ഥാനോട് അപേക്ഷിച്ചൊക്കെ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷേ നാട്ടുകാർക്ക് നെഹ്റുവിൻ്റെ ഈ പാകിസ്ഥാനോടുള്ള അപേക്ഷയും പ്രാർത്ഥനയും ഒക്കെ വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നൊന്നും നോക്കി നിൽക്കുവാനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അവർ വെസ്റ്റ് ബംഗാളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചു. അതായത് ഈസ്റ്റ് ബംഗാളിൽ ഹിന്ദുക്കൾക്ക് കിട്ടിയത് വെസ്റ്റ് ബംഗാളിൽ മുസ്ലിങ്ങൾ വാങ്ങിച്ചു കൂട്ടി. അതോടെ വെസ്റ്റ് ബംഗാളിൽ നിന്നും മുസ്ലിങ്ങൾ കൂട്ടത്തോടെ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യാൻ ആരംഭിച്ചു. ഇത്രയും സംഭവിച്ചതോടെ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കാര്യം മനസ്സിലായി. 4 ദിവസത്തിനകം ലിയാഖത്ത് അലി ഖാൻ ചർച്ചയ്ക്ക് വേണ്ടി ഡൽഹിയിലെത്തി. 1950 ഏപ്രിൽ 8 നെഹ്റു ലിയാഖത്ത് അലി ഖാൻ കരാർ ഒപ്പുവെച്ചു. അതായത് ഗാന്ധിയൻ അഹിംസ പരാജയപ്പെട്ടിടത്ത് തിരിച്ചടിച്ചപ്പോൾ, അതായത് പ്രതികരിച്ചപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി. നെഹ്റു ലിയാഖത്ത് കരാർ പ്രധാനമായും 4 ഉറപ്പുകളാണ് പാകിസ്ഥാനിലെയും ഭാരതത്തിലെയും ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയത്. ഒന്ന്, തങ്ങളുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും. അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഭാരതത്തിലും പാകിസ്ഥാനിലും മൈനോറിറ്റി കമ്മീഷൻസ് ആരംഭിക്കും. 2, കലാപത്തിൽ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകും. 3, 2 രാജ്യങ്ങളിലും, അതായത് ഭാരതത്തിലും പാകിസ്ഥാനിലും നിർബന്ധിത മതപരിവർത്തനം പ്രോത്സാഹിപ്പിക്കുകയില്ല. 4, ന്യൂനപക്ഷങ്ങൾക്ക് പൗരൻ എന്ന നിലയിൽ തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തും. ഈ 4 കാര്യങ്ങളായിരുന്നു ലിയാഖത്ത് അലി നെഹ്റു കരാറിലെ വ്യവസ്ഥകൾ. ഈ കരാറിൽ പറഞ്ഞ എല്ലാ വാഗ്ദാനങ്ങളും ഭാരതം നിറവേറ്റി. പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയ മുസ്ലിങ്ങൾക്ക്, അതായത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഓടിപ്പോയ മുസ്ലിങ്ങൾക്ക് തിരികെ വരുവാനുള്ള സാഹചര്യവും ഭാരതം ചെയ്തു കൊടുത്തു. പക്ഷേ കരാറിലെ ഒരു വ്യവസ്ഥ പോലും പാകിസ്ഥാൻ പാലിച്ചില്ല. പാകിസ്ഥാനിൽ ഹിന്ദു സിഖ് വംശഹത്യ അനസ്യൂതം തുടർന്നു, ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 1947 പാകിസ്ഥാനിലെ മൈനോറിറ്റി പോപ്പുലേഷൻ 25%. ഇന്നത് വെറും 3%. ബാക്കിയുള്ളവർ മതം മാറ്റപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. ജൂത വംശഹത്യയുടെ പേരിൽ നമ്മൾ ഹിറ്റ്ലറിനെ കുറ്റപ്പെടുത്തും. അതിനേക്കാൾ എത്രയോ വലുതാണ് പാകിസ്ഥാനിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ വംശഹത്യ. നമ്മുടെ നാട്ടിലിരുന്ന് മാനവികത പറയുന്ന ആരെങ്കിലും പാകിസ്ഥാനിൽ നടക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ വംശഹത്യയെക്കുറിച്ച് ഒരക്ഷരം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയില്ല. അതുമാത്രമല്ല, അവിടുന്ന് ജീവനും കൊണ്ട് ഓടി വരുന്നവർക്ക് ഇവിടെ അഭയം പോലും കൊടുക്കരുതെന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് നേതാക്കളുടെ ട്രാക്ക് റെക്കോർഡ് എന്താണെന്ന് നെഹ്റുവിന് നന്നായിട്ട് അറിയാവുന്നതായിരുന്നു. അവരുമായിട്ട് എന്ത് കരാർ ഒപ്പുവെച്ചാലും അവരതൊന്നും പാലിക്കാൻ പോകുന്നില്ലെന്ന് വ്യക്തമായിട്ട് നെഹ്റുവിന് അറിയാമായിരുന്നു. എന്നിട്ടും അവരെ നെഹ്റു വിശ്വസിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിന് വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.